നല്ല രസമല്ലേ ഇങ്ങനെ കാണാനായിട്ട്. ഈ ഒരു പൂ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്കത് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ ഒരു ഷീറ്റ് പേപ്പർ വേണം. നമ്മളെല്ലാത്തിലും എന്താണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിലും ചെയ്യുക. കോണോട് കോൺ മടക്കുക. അതിനുശേഷം ആ അടിയിലത്തെ ഭാഗം കീറിക്കളയുക. കീറിക്കളഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തോ ചെയ്യുന്നേ? മടക്ക് പാട് വരുത്തുക. എങ്കിലതങ്ങ് ചെയ്തോളൂ. സ്റ്റാർ ഷേപ്പിലുള്ള മടക്ക് പാട് വരുത്തുക. അങ്ങനെ ആ മടക്ക് നടുക്കൂടെ ഉള്ളത് വേണ്ട, ഈ അറ്റത്തൂടെ ഉള്ളത്. പിന്നെ ഓരോ സൈഡും ആ നടുക്കത്തെ ആ പോയിന്റിലേക്ക് ഇങ്ങനെ മടക്കി മടക്കി വെക്കുക. നാല് മൂല മടക്കി കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് ഇത് തിരിച്ചു വെക്കുക. അതുപോലെ ആ മൂല ഈ നടുക്കോട്ട് എല്ലാം ഇതുപോലെ നേരത്തെ ചെയ്തതുപോലെ തന്നെ മടക്കിയെടുക്കുക. അങ്ങനെ മടക്കി കഴിഞ്ഞാൽ ഇനി ചെയ്യാനുള്ളത് നടുഭാഗം വെച്ച് ഇങ്ങനെ മടക്കുക. അതുപോലെ തിരിച്ചും മടക്കുക. അത് കഴിഞ്ഞ് സൈഡും കോണോട് കോണും മടക്കുക. ഇനി ചെയ്യേണ്ടത് കോണോട് കോൺ മടക്കിയതിൻ്റെ ബാക്കിൽ നിന്ന് ഇതെല്ലാം ഇങ്ങനെ വിടർത്തുക. ഇങ്ങനെ വിടർത്തുക. വിടർത്തി കഴിഞ്ഞ് തിരിച്ചു വെക്കുമ്പം നമ്മുടെ പൂ റെഡി ആയിരിക്കുന്നു ഫ്രണ്ട്സ്. കണ്ടോ എന്ത് രസമല്ലേ? നമുക്ക് വേണമെങ്കിൽ ഇത് പൂവായിട്ടല്ല, ഇതിനകത്തൊക്കെ എന്തെങ്കിലും വേണമെങ്കിൽ ഇട്ട് വെക്കാം. ഇത് പണ്ട് നമ്മുടെ കുട്ടിക്കാലത്ത് കളിച്ചിരുന്ന സംഭവമാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എൻ്റെയൊക്കെ സ്കൂൾ കാലത്ത് ടിക് ടാക്ക് എന്ന് പറഞ്ഞ് കളിച്ചിരുന്നതാണ്. ഇതിൻ്റെ ഈ സൈഡിൽ ഓരോന്ന് എഴുതും, ബ്ലൂ ഗ്രീൻ യെല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ലെറ്റർ വെച്ച് ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് ഏത് നമ്പറാണോ വരുന്നത് ആ നമ്പർ ഇങ്ങനെ ഉള്ളിൽ എഴുതിയേക്കും. അതിൻ്റെ ബാക്കിൽ നമുക്ക് എഴുതിയേക്കുന്ന ആ ഒരു സംഭവം നമുക്ക് നല്ലതാണോ പന്നലാണോ എന്നൊക്കെ നോക്കാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു. നമ്മുടെ സ്കൂൾ കാലത്തൊക്കെ കളിക്കുന്ന ടിക് ടാക്ക് എന്നാണ് അന്ന് പേര് പറഞ്ഞത്. അതിങ്ങനെയാണ് കളിക്കുന്നത്. ടിക് ടാക്ക് ടിക് ടാക്ക് ടിക് ടാക്ക്. അങ്ങനെയാണ്. കാണാൻ നല്ല രസമല്ലേ? ഇതൊക്കെ പണ്ടത്തെ നൊസ്റ്റാൾജിക് ഫീലാണ് ഫ്രണ്ട്സ്. ഇത് സ്കൂളിൽ ചെറുപ്പകാലത്ത് ഇത് തന്നെയായിരുന്നു പരിപാടി. ബുക്കിൽ നിന്ന് പേപ്പർ വലിച്ചു കീറുക, ഇതുപോലെ ഓരോന്നുണ്ടാക്കുക, അതിനകത്ത് നമ്പർ എഴുതുക, ഇഷ്ടമുള്ള ആനിമൽ അല്ലെങ്കിൽ കളറ് അല്ലെങ്കിൽ അതുപോലത്തെ ഓരോരോ നല്ലതും ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ എഴുതുക, നമ്പർ സെലക്ട് ചെയ്യുക. അതിനിടയിൽ എന്ത് വരുന്നോ അത് നമുക്ക് നല്ലതാണെങ്കിൽ നല്ലത്, ചീത്തയാണെങ്കിൽ ചീത്ത. അന്ന് അങ്ങനെയൊക്കെയുള്ള എന്തോരം രസങ്ങളായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. ടിക് ടാക്ക് ടിക് ടാക്ക് ടിക് ടാക്ക് അങ്ങനെ പറഞ്ഞ് എന്ത് രസമായിരുന്നു.
നിങ്ങൾ ഇതുപോലത്തെ ഗെയിമൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, കൂടെ സബ്സ്ക്രൈബും ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടുള്ളത് കൊണ്ടാണ് പുതിയ പുതിയ വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തുന്നത്. പേപ്പർ ക്രാഫ്റ്റിൻ്റെ വീഡിയോസ് എങ്ങനെയുണ്ടെന്ന് തീർച്ചയായും കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അതുപോലെ കാണുന്ന എല്ലാവരും ആ ലൈക്ക് ബട്ടൺ അമർത്തി എന്നെ ഒന്ന് സഹായിക്കണേ. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. അടുത്ത വീഡിയോയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ലവ് യു. താങ്ക് യു.